എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്തിക്കാന്റെ ഫ്രണ്ടിൽ നിന്നാണ്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ ആണ് എന്റെ പുറകിൽ കാണുന്നത്. മെയ് മാസം 7-ാം തീയതി കോൺക്ലേവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 7-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് കോൺക്ലേവ് ആരംഭിക്കുന്നത്. 135 കർദിനാൾമാർ ആണ് ഇപ്രാവശ്യം പോപ്പിനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവര്. 80 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ മൊത്തം കർദിനാൾമാർ ലോകത്തിലെ 252 പേരാണ്. അതിൽ 117 പേർക്ക് വോട്ടവകാശമില്ല. സഭാചരിത്രത്തിലെ 3 വർഷം വരെ നീണ്ട കോൺക്ലേവുകളുണ്ട്. അതോടൊപ്പം തന്നെ വെറും 10 മണിക്കൂർ കൊണ്ട് ഒരു പാപ്പായെ തെരഞ്ഞെടുത്ത സംഭവവുമുണ്ട്. അപ്പോൾ അന്നേ ദിവസം കർദിനാളന്മാരെല്ലാവരും കൂടെ ഘോഷ പ്രദക്ഷിണമായിട്ട് സിസ്റ്റൈൻ ചാപ്പലിൽ പോവുകയും പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ ഈ കർമ്മം നടത്തുകയും ചെയ്യും. ആദ്യ പ്രാവശ്യം അത് നടന്നില്ല എങ്കിൽ രണ്ടാമത് പിന്നെയും ഈ കോൺക്ലേവ് ആരംഭിക്കും. അങ്ങനെ തുടർച്ചയായി ഏകദേശം 3-2 ഭൂരിപക്ഷം കാണുന്നത് വരെ ഈ കോൺക്ലേവ് തുടർന്നിരിക്കും. അങ്ങനെ തുടർന്നു കഴിഞ്ഞ് പാപ്പായെ അവർ കണ്ടു കഴിഞ്ഞാൽ വെളുത്ത പുക അവേമൂസ് പാപ്പം എന്ന് പറയുകയും ചെയ്യും. അങ്ങനെ പാപ്പായെ തെരഞ്ഞെടുത്തു. ഇതാണ് വത്തിക്കാനിൽ നിന്ന് ഇന്ന് പറയാനുള്ളത്.